അമ്മാവൻ വരുമ്പോൾ എന്ത് പറയുമോ ആവും. നല്ല ആർട്ടിസ്റ്റാണ്. ഐ ആം റണ്ണിംഗ് ദ ഷോ. യു ഒബേ ഫസ്റ്റ്. വിളിച്ചെന്ന് പറഞ്ഞു. അരമണിക്കൂർ സമയം തരുന്നു. പിന്നെ നിന്നെ ഈ ക്യാമ്പിനകത്ത് കാണരുത്. ഇവന്റെ കണക്ക് തീർത്ത് വിട്ടേക്കൂ. I say you get out. പൊയ്ക്കോളൂ. Idiot. ചന്ദ്രൻ ഇരിക്കും. തന്നെ പോലെ ഒരാൾക്ക് പേടിക്കാനൊന്നുമില്ല. വെസ്റ്റേൺ കോയമ്പത്തൂരുണ്ട്, ഭാരത് സേലത്തുണ്ട്, ഓറിയന്റൽ ഹൈദരാബാദിലുണ്ട്. എവിടെയെങ്കിലും ട്രൈ ചെയ്യൂ. ഡോണ്ട് വറി. ടേക്ക് ഇറ്റ് ഈസി. നമ്മൾ ഇനിയും കാണും. ബെസ്റ്റ് ഓഫ് ലക്ക്. പോട്ടെ. ഞാനും നാണയത്തിന്റെ അടുത്തുണ്ടാവും. ധൈര്യമായിരിക്കൂ. എന്റെ ധൈര്യം കൊണ്ട് എന്ത് കാര്യം? ഇന്നലെ കണ്ടില്ലേ? മാസ്റ്റർ പറഞ്ഞത് മറക്കരുത്. ചന്ദ്രേട്ടൻ ധൈര്യമായൊരു വാക്ക് പറയൂ. ഞാൻ ഇപ്പൊ കൂടെ ഇറങ്ങി വരാം. ഇപ്പോഴോ? ഒരു ജോലിയില്ല, ഒരു സ്ഥലവുമില്ല. നമ്മൾ എവിടെ പോവും? എന്തെങ്കിലും ശരിപ്പെടുത്തി ഞാൻ പിന്നെ വരും ജാനു. മാസ്റ്റർ പാവം. മാസ്റ്റർ എന്തൊക്കെയോ കണക്ക് കൂട്ടി. എന്റെ ധർമ്മസങ്കടം ആരോട് പറയാൻ? പൊയ്ക്കോളൂ. എന്നെ ഓർത്ത് സങ്കടപ്പെടണ്ട. നല്ല കമ്പനിയിൽ നല്ല ശമ്പളം കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കാം. അരമണിക്കൂറല്ലേ നോട്ടീസ്. പൊയ്ക്കോളൂ. ഇന്ത്യൻ സർക്കസിൽ ഇടംപ്രദമായി ഗ്രാൻഡ് മലബാർ സർക്കസ് അവതരിപ്പിക്കുന്നു. പിളരുന്ന ഗോളത്തിൽ ആരംഭമില്ലാതെ മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന ഡെയർഡെവിൾ ഭാസ്കരന്റെ സാഹസിക പ്രകടനം. ഇന്ത്യൻ സർക്കസിൽ ഇടംപ്രദമായി ഗ്രാൻഡ് മലബാർ സർക്കസ് അവതരിപ്പിക്കുന്നു. പിളരുന്ന ഗോളത്തിൽ ആരംഭമില്ലാതെ മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന ഡെയർഡെവിൾ ഭാസ്കരന്റെ സാഹസിക പ്രകടനം. മരണത്തെ വെല്ലുവിളിക്കുന്ന ഡെയർഡെവിൾ ഭാസ്കരന്റെ അത്ഭുത പ്രകടനം. ചായയോ കൂൾ ഡ്രിങ്കോ? വേണ്ട വേണ്ട. നോക്കൂ, റാവുജിയും പറഞ്ഞു എനിക്ക് പേടി തോന്നുന്നു. എന്തിന്? സൂക്ഷിക്കണം എന്ത് ചെയ്യുമ്പോഴും. പേടിക്കണ്ട. 5 സെക്കൻഡിന്റെ കയ്യടിക്ക് എന്തും ചെയ്യാമെന്ന് കരുതിയിരുന്നു മുമ്പ്. ആ ഞാനല്ല ഇപ്പോൾ റിങ്ങിൽ കയറുന്നത്. പക വീട്ടാൻ ചിലരെന്തും ചെയ്യും. അതുമറിയാം. സമാധാനമായിരിക്കൂ. ജാനുവിന്റെ മനസ്സിന് സ്വസ്ഥതയില്ലെന്നറിയാം. അതുകൊണ്ട് പഴയ ചോദ്യത്തിനുള്ള മറുപടിക്ക് തിരക്ക് കൂട്ടുന്നില്ല. പരേഡിന് പോയിക്കോളൂ.
തെറ്റിപ്പോയി സാർ. നിന്റെ ഓർമ്മ പെശകിന് എത്ര പിച്ചക്കാശ് വാങ്ങി? ഞാൻ സിഗ്നൽ കണ്ടില്ല സാർ, കരുതിക്കുട്ടിയല്ല. ഇനിയും നിനക്ക് തെറ്റുപറ്റും. എന്റെ സിഗ്നൽ കാണില്ല, ചിലപ്പോ ഞാൻ വീഴും, ചാവും. പക്ഷെ പിറ്റേന്ന് റൗജി സിംഹക്കൂട്ടിൽ നിന്ന് നിന്റെ അസ്ഥി പറിക്കേണ്ടി വരും, അല്ലേ റൗജി? കപൂർ ഭീമിന്റെ കൂട്ടുന്നു, അവനൊരു സദ്യ, അവനാണ് എന്റെ പെറ്റ്. ഇനി തെറ്റുപറ്റില്ല സാർ. സൂക്ഷിച്ചോ, ഇവനെ ഞാൻ നോക്കിക്കൊള്ളാം. ഈശ്വര, ഞാൻ പേടിച്ച പേടി. മരണം ഇന്ന് കൈനീട്ടിയാൽ തൊടുന്നത്ര അടുത്തായി കണ്ടു. പണ്ടൊക്കെ വിചാരിക്കും എന്നെങ്കിലും ഒരിക്കൽ തീരണ്ടേ, അത് റിങ്ങിൽ വെച്ചായാൽ പുല്ല് എന്ന്. ഇപ്പോൾ ഞാനും രാവിലെ ഒന്ന് പുറത്തു പോകാം, വെറുതെ ഒരു ചേഞ്ചിന്. ഷോപ്പിംഗ് എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞോളൂ. ഒന്നും വേണ്ട. മടിക്കണ്ട, എന്റെ കയ്യിൽ ഇഷ്ടം പോലെ കാശുണ്ട്. എന്നെ ആശ്രയിച്ചു കഴിയുന്നവർ ആരുമില്ല. അതുകൊണ്ട് പണം ഒരു പ്രശ്നമല്ല. പറയാൻ മടിക്കരുത്. വേണ്ട, ഒന്നും വേണ്ട. എന്നാൽ വെറുതെ നടക്കാം. പെർമിഷൻ വാങ്ങിയത് ഞാനായതുകൊണ്ട് സമയം നോക്കിയിരുന്ന ഒരുത്തനും വരട്ടില്ല. വരൂ. മടങ്ങാം. എന്തെങ്കിലും വാങ്ങി സമ്മാനിച്ചാൽ വാങ്ങിയില്ലെങ്കിലോ എന്ന് ഭയന്ന് വാങ്ങുന്നില്ല ഇന്ന്. അപ്പോൾ ഭയം തീരെയില്ല എന്ന് ആളുകൾ പറയുന്നത് വെറുതെ. ജാനുവിന്റെ മുമ്പിൽ എത്തുമ്പോൾ മാത്രം സത്യം സമ്മതിക്കാതെ വയ്യല്ലോ. എന്തെങ്കിലും പറയാൻ ബാക്കിയുണ്ടെങ്കിൽ പറയാം. ക്യാമ്പിൽ ഇത്ര സ്വാതന്ത്ര്യം കിട്ടില്ലല്ലോ. വാക്കരട്ടം ചോദിച്ചതിന് മറുപടി പറയാൻ വിഷമമുണ്ടെങ്കിൽ എഴുതി തന്നാൽ മതി. പിന്നെ എനിക്ക് എഴുത്തറിയില്ല. എനിക്ക് 4 ഭാഷ അറിയാം. ഏത് വേണമെങ്കിലും പഠിപ്പിക്കാൻ തുടങ്ങാം. എനിക്ക് പറയൂ, ഞാൻ കാത്തിരിക്കുകയായിരുന്നു. പറയൂ. എനിക്ക് മതി, മറുപടി ഇത്ര മതി. ഇന്നലത്തെ
പൂങ്കിളി പറന്നു വന്നു ഊഞ്ഞാലിൽ ഇടമുണ്ടോ ആതിര പെണ്ണിൻ ഊഞ്ഞാലിൽ ഇടമുണ്ടോ എനിക്കൊന്നു ഊഞ്ഞാലിൽ ഇടമുണ്ടോ ഒരു മുറി കണ്ണാടിയിലൊന്നു നോക്കി എന്നെ ഒന്ന് നോക്കി അറിഞ്ഞില്ല ഞാനെന്നെ അറിഞ്ഞില്ല അറിഞ്ഞില്ല അരയോ ബുഡ ഒരു ഡ്രിങ്ക് എടു. ഓ മെക്കാനിക് ഹറാം. ഛേ, അത് കള, അവനെ ഞാനങ്ങില്ല. ചോക്ലേറ്റ് എടുക്കും. നീ ഷോ സമയത്ത് കുടിക്കാറില്ലല്ലോ. നിന്റെ നമ്പറൊക്കെ കഴിയട്ടെ. കുറച്ച് മതി, ഒന്ന് ആഘോഷിക്കാനാണ്. 2 കുപ്പി അകത്തായാലും എന്റെ ടൈമിംഗ് തെറ്റിയത് കണ്ടിട്ടുണ്ടോ? അത് പറ. താങ്ക് യു. അതൊന്നും വേണ്ട. സാവുജി, ഇന്ന് എനിക്കൊരു വിശേഷ ദിവസമാണ്. ഐ ആം ഹാപ്പി, വെരി വെരി ഹാപ്പി. എന്റെ വക വലിയൊരു പാർട്ടി വരുന്നുണ്ട് അടുത്ത്. ഷുവർ. പിന്നെ കൺഗ്രാറ്റുലേഷൻസ് മൈ ബോയ്, കൺഗ്രാറ്റുലേഷൻസ്. ഐ ആം ഹാപ്പി. നോക്കൂ ഭാസ്കർ, പാർട്ടി നേരത്തെ നടത്തണം. കൊയ്ത്ത് കഴിഞ്ഞാൽ ഉടനെ അവരും കൊണ്ട് പുറപ്പെട്ടു വരും. ആരെ? നമ്മുടെ ഭാര്യ. റെഡി. അവർ ധോടാ വേണ്ട. रात में एक छोटा पार्टी, फुल बॉटल रम. நம்ம 2 പേർ. കബൂൽ? കബൂൽ റാവുജി. ചെയ്യോ. പശുവിന് തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇനി അവന് തെറ്റ് പറ്റില്ല. പിന്നെ റാവുജിയോട് മാത്രം ഞാൻ നമ്മുടെ വിശേഷം പറഞ്ഞു. പുള്ളിയുടെ സന്തോഷം ഒന്ന് കാണേണ്ടതായിരുന്നു. ഇന്ന് തന്നെ പാട്ട് നടത്തണമെന്ന് നിർബന്ധം. ഇത്ര നേരത്തെ തുടങ്ങണ്ട. ഇനി ജീപ് ജമ്പല്ലേ ഉള്ളൂ. അത് പിള്ളേര് കളിയാണെന്ന് നമുക്കല്ലേ അറിയൂ. എന്നെ വിളിച്ചാമേ, എല്ലാം ചെക്ക് പണിയെടുക്കാം. റെഡി സാർ. The next item is a reckless 50 feet jeep jump by daredevil Bhaskaran. ഞാനടുത്ത് ഒരു സ്വകാര്യം പറയട്ടെ. റെഡിയായില്ലേ ജാനു? എന്താ? ഒരു വിശേഷമുണ്ട്. പിന്നെ പറയാം. എന്താന്ന് പറയൂ. എല്ലാവരും നിശബ്ദരായി സംസ്ഥാനങ്ങളിരിക്കുക. അടുത്തത് മാസത്തിയുടെ നേതൃത്വത്തിൽ ട്രെയിനിംഗ് സംഘത്തിൽ അത്ഭുതകരമായ ട്രെയിനിംഗ് വിദ്യകൾ. ആംബുലൻസ് വരില്ലേ? ഇനി ആര് വന്നിട്ടുണ്ട്? കഴിഞ്ഞു. എന്താണ് ഇവിടെ? ആക്സിഡന്റ് പറ്റും, ചിലപ്പോൾ ചാകും. എന്നാലും കളി നടക്കണം. ടിക്കറ്റ് എടുത്ത ആളുകൾ വന്നിരിക്കുന്നത് കളി കാണാനാണ്.
അവന്മാരോടെല്ലാം വിളിച്ചു പറഞ്ഞിട്ടും പത്രത്തിൽ വന്നു. പുതിയതായി ഒരാളെ ട്രെയിൻ ചെയ്യാം. നാളെ ലാസ്റ്റ് ഡേ അനൗൺസ്മെന്റ് കൊടുത്തേക്കും. പുതിയ സ്ഥലത്ത് ലൈസൻസിന് ഒരാഴ്ച കഴിയും. അമ്മാവനോട് ഞാൻ പറഞ്ഞോളാം. നാളെ സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ട് ഷിഫ്റ്റ് ആണ്. ആഴത്തെ പൊടിമണ്ണിൽ അന്തിവിളക്കെരിയാതിരുളിൽ നരകേറിയ മറകീറിയ നെടുവീർക്കും ചെറു ചെറു തമ്പുകൾ മിഴിനീരിൽ നനവിൽ മയങ്ങും കളിയാട്ട കൂടാരങ്ങൾ കർമ്മത്തിൻ പാതകൾ വീഥികൾ ദുർഗമ വിജനപഥങ്ങൾ